ചാൾസ് ബുക്കോസ്കിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അയാൾ ഒരു കള്ളുകുടിയനും പിശുക്കനും ചൂതാട്ടക്കാരനും അയാളുടെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ ഒരു കവിയുമായിരുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കണമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും അവസാനത്തെ ആളായിട്ട് നിങ്ങൾ ഇയാളെ കണക്കാക്കും. വിച്ച് ഈസ് വൈ ഹി ഈസ് ദ പെർഫെക്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട്. ഒരു കവി ആവണം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ആവണം എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ എല്ലാ ന്യൂസ് പേപ്പേഴ്സും എല്ലാ മാഗസീൻസും അയാളുടെ വർക്കുകൾ നിരന്തരം റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹിസ് വർക്ക് വാസ് ഹോറിബിൾ ദേ സെഡ്. അങ്ങനെ റിജക്ഷൻ ലെറ്റേഴ്സ് ഒരു കൂമ്പാരമായപ്പോൾ തോൽവിയുടെ ഭാരം അയാളെ കൂടുതൽ ആൽക്കഹോളിക് ആക്കുകയും അതിലൂടെ അയാൾ കൂടുതൽ ഡിപ്രഷനിലോട്ട് പോവുകയും ചെയ്തു. പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അയാൾ കള്ളു കുടിക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബാക്കി വരുന്ന പൈസ ചിലപ്പോൾ ചൂത് കളിക്കാനും അങ്ങനെയും പോകും. ചില ദിവസങ്ങളിൽ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് അയാൾ ഒരു പഴയ ടൈപ്പ് റൈറ്ററിൽ പോയട്രി ടൈപ്പ് ചെയ്യുമായിരുന്നു. കള്ളുകുടിയും മയക്കുമരുന്നും ചൂതാട്ടവുമായിട്ട് 30 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. സ്വയം വെറുക്കുന്ന ഒരു ലൈഫ് ടൈം ഫെയിലിയർ ആയ അയാളുടെ 50ാമത്തെ വയസ്സിൽ ഒരു ചെറിയ ഇൻഡിപെൻഡന്റ് പബ്ലിഷിംഗ് ഹൗസിലെ ഒരു എഡിറ്റർ അയാളോട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചു. പക്ഷേ ആ ഒരു എഡിറ്റർ അയാൾക്ക് വലിയ പണമോ ഫെയിമോ അല്ലെങ്കിൽ വലിയ സെയിൽസോ ഒന്നും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ വിയർഡ് അഫെക്ഷൻ ഫോർ എ ഡ്രങ്ക് ലൂസർ. ബുക്കോസ്കിക്കും ഇത് വിട്ടുകഴിഞ്ഞാൽ മറ്റൊരു ചാൻസ് കിട്ടില്ല എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ബുക്കോസ്കി ആ എഡിറ്ററിന് തിരിച്ചൊരു ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. അതിങ്ങനെയായിരുന്നു: എൻ്റെ മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഈ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഇരുന്ന് ഭ്രാന്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു വന്ന് ഒരു എഴുത്തുകാരനായി പട്ടിണി അടക്കുക. ഞാൻ പട്ടിണി അടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കോൺട്രാക്ട് സൈൻ ചെയ്ത് 3 ആഴ്ചകൾ കൊണ്ട് അയാളുടെ ആദ്യത്തെ നോവൽ എഴുതി. നോവലിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു. ഇൻ ദ ഡെഡിക്കേഷൻ ഹി റോട്ട് ഡെഡിക്കേറ്റഡ് ടു നോബഡി. നോവലുകൾ മാത്രമല്ല, അയാൾ കവിതകളും എഴുതിയിരുന്നു. അങ്ങനെ അയാൾ എഴുതിയ ബുക്കുകളുടെ 2 മില്യൺ കോപ്പീസ് വിൽക്കാൻ ബുക്കോസ്കിയെ കൊണ്ട് സാധിച്ചു. ബുക്കോസ്കിൻ്റെത് പോലുള്ള കഥകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മോട്ടിവേഷണൽ കൾച്ചറൽ നറേറ്റീവ് തന്നെയായിരിക്കും. A man fights for what he wants, never gives up, and eventually achieves his wildest dreams. ബുക്കോസ്കിൻ്റെത് പോലുള്ള കഥകൾ കണ്ടിട്ട് നമ്മൾ പറയും, കണ്ടില്ലേ, അയാൾ ഒരിക്കലും വിട്ടുകൊടുത്തില്ല, നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു, അയാളിൽ തന്നെ സ്വയം വിശ്വസിച്ചു, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അയാൾ ഒരു നിലയിലെത്തി എന്നൊക്കെ. എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം അയാളുടെ കല്ലറയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും. ഇറ്റ്സ് റിട്ടേൺ, ഡോണ്ട് ട്രൈ. അയാളുടെ പുസ്തകത്തിൻ്റെ വിൽപ്പനയ്ക്കും പ്രശസ്തിക്കും എല്ലാം ഉപരി അയാൾ ഒരു ലൂസർ ആണെന്ന കാര്യം അയാൾക്ക് തന്നെ അറിയാമായിരുന്നു. ഒരു വിന്നർ ആവാനുള്ള ഡിറ്റർമിനേഷൻ ആയിരുന്നില്ല അയാളുടെ സക്സസിന് കാരണം, മറിച്ച് തൻ്റെ തോൽവികളെ സ്വയം അംഗീകരിച്ച് സത്യസന്ധമായിട്ട് അയാൾ അതിനെക്കുറിച്ച് എഴുതി. താൻ ആരായിരുന്നോ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആവാൻ അയാൾ ഒരിക്കലും പരിശ്രമിച്ചിരുന്നില്ല. പ്രതിസന്ധികളെ വെല്ലുവിളിച്ചപ്പോഴായിരുന്നില്ല, മറിച്ച് ഒരു മടിയും കൂടാതെ പതറാതെ സത്യസന്ധമായി തൻ്റെ തോൽവികളെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കാണിച്ച ആ ഒരു സിമ്പിൾ എബിലിറ്റി ആയിരുന്നു ബുക്കോസ്കിയുടെ സക്സസിന് കാരണം, അല്ലെങ്കിൽ അതായിരുന്നു അയാളെ ഒരു ജീനിയസ് ആക്കി മാറ്റിയത്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ബുക്കോസ്കി സക്സസ്. ഹിസ് കംഫർട്ട് വിത്ത് ഹിംസെൽഫ് ആസ് എ ഫെയിലിയർ. പേരും പ്രശസ്തിയും വന്നതിന് ശേഷവും അയാൾ വീണ്ടും പഴയ പോലെ തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേരും പ്രശസ്തിയും അയാളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കിയില്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയതിലൂടെ അയാൾക്ക് പേരും പ്രശസ്തിയും വന്നതുമില്ല. സെൽഫ് ഇംപ്രൂവ്മെൻറ്റും സക്സസും പലപ്പോഴും ഒരുമിച്ച് സംഭവിക്കാറുണ്ട്. എന്ന് വെച്ച് ഇത് രണ്ടും സെയിം തിങ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അൺറിയലിസ്റ്റിക്കലി പോസിറ്റീവ് എക്സ്പെക്ടേഷൻസിനോടുള്ള ഒരു ഒബ്സസീവ് ഫോക്കസ് ഇന്നത്തെ ഒരു കൾച്ചറായിട്ട് മാറിയിരിക്കുകയാണ്. ബി ഹാപ്പിയർ, ബി ഹെൽത്തിയർ, ബി ദ ബെസ്റ്റ്, ബെറ്റർ ദാൻ ദ റെസ്റ്റ്, ബി സ്മാർട്ടർ, ഫാസ്റ്റർ, റിച്ചർ, ബി മോർ പ്രൊഡക്റ്റീവ്, പോപ്പുലർ, മോർ അഡ്മയർഡ്. പലപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ വീഡിയോസ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നൊരു അഫർമേഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ സുന്ദരനോ സുന്ദരിയോ അല്ല എന്നൊരു തോന്നൽ സ്വയം നിങ്ങൾക്കുള്ളതുകൊണ്ട്. ഡേറ്റിംഗോ റിലേഷൻഷിപ്പ് അഡ്വൈസുകൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സ്വയം ലവബിൾ അല്ല എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്കില്ലാത്തതോ തോറ്റുപോയതോ നഷ്ടപ്പെട്ടതോ ആയ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഒരു പോസിറ്റീവ് ഫിക്സേഷനിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർ ഇസ് എ സേയിങ് ഇൻ ടെക്സസ്, ദ സ്മോളസ്റ്റ് ഡോഗ് ബാർക്സ് ദ ലൗഡസ്റ്റ്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്ന് ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഒരു സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ റിച്ച് ആണ് എന്ന് ആരെയും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. either you are or you are not. The world is constantly telling you that the path to a better life is more. Buy more, own more, work more, be more, make more. You are constantly bombarded with the messages to give
ടോക്ക് അബൌട്ട് എവറിഥിങ് ഓൾ ദ ടൈം. പുതിയ ടി വി മേടിക്കും, നിങ്ങളുടെ കോവർക്കറിന്റെ കൂടെ പുതിയൊരു വെക്കേഷൻ പോകും, പുതിയ ഓർണമെന്റ് മേടിക്കും. വൈ? ബിക്കോസ് ദിസ് ഇസ് ഗുഡ് ഫോർ ബിസിനസ്. ആൻഡ് വൈൽ ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഗുഡ് ബിസിനസ്, ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഗിവിംഗ് ടു മെനി fuck is not good for your mental health. The key to a good life is not giving a fuck about more. It's giving a fuck about less. Giving a fuck about what is true, immediate and important. Goodbye.